പേര് സിനി. ഞാൻ കുറുപ്പന്തറ മണ്ണാർപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സായിട്ട് ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് ആക്ച്വലി ചെറുപ്പത്തിൽ തൊട്ടേ ഒത്തിരി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും മാതാവിൽ ഭയങ്കര വിശ്വാസിയായിരുന്നു. അപ്പം ആ ഒരു വിശ്വാസം കണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ മാതാവിനോട് പറയും. മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുഞ്ഞിലേ തൊട്ട് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എന്ന് ഞാൻ ജപമാല ചെല്ലുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. 1-2 ദിവസം എനിക്ക് അടുപ്പിച്ച് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും ഞാൻ കൊന്തയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത എനിക്ക് ഉണ്ടായത് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മാക്സിമം ഞാൻ എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്ന കാര്യത്തിൽ വളരെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഒരു 10 വർഷം മുമ്പ് ഓട്ടോഇമ്മ്യൂൺ ലിവർ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായി. അപ്പം ഞാൻ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞ പ്രയർ കൂടി പ്രാർത്ഥിച്ച് എനിക്ക് അത്ഭുതകരമായിട്ട് അതിൽ സൗഖ്യം കിട്ടി. അതിനുശേഷം ഞാൻ അഭിഷേകാഗ്നി പ്രയർ കൂടി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കൊന്ത ചെല്ലുകയും മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അങ്ങനെ അങ്ങ് വരികയായിരുന്നു. കോവിഡ് ടൈമിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പോയി കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് പറഞ്ഞു, വേറൊരു കമ്പനി വേക്കൻസി ഉണ്ട്, നിനക്ക് അവിടെ CV കൊടുത്താൽ മതി, ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു 5-6 മാസമായിട്ടും വിളിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇൻ്റർവ്യൂവിന് കോൾ വരുന്നില്ലായിരുന്നു. അപ്പം പുള്ളിക്ക് ആകെ ഒരു ഭയങ്കര ഡിപ്രഷൻ പോലെയൊക്കെ ആയി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അത്ര എല്ലാത്തിനും കൂടെ ജോലിയും പിന്നെ പ്രാർത്ഥനയും എല്ലാം ഒത്തിരി സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ജോലി കിട്ടാണ്ടായി തുടങ്ങിയപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ജസ്റ്റ് കൃപാസനത്തിലൊരു ആരാധനയൊക്കെ കൂടും, 1-2 സാക്ഷ്യങ്ങളൊക്കെ കൂടും, വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ആദ്യമൊന്നും ചെയ്തില്ല. പിന്നെയും ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാനില്ലാത്ത സമയം നോക്കി പുള്ളി അങ്ങനെ ഇൻ്റർവ്യൂ പ്രയറൊക്കെ കൂടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ചേട്ടനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും എല്ലാ കാര്യങ്ങളും പിന്നെ പെട്ടെന്നായിരുന്നു. ഇൻ്റർവ്യൂ കിട്ടി സെലക്റ്റായി. അപ്പം വിസ ചേഞ്ചിങ്ങിന് വേണ്ടി നാട്ടിൽ വരുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് തന്നെ നാട്ടിൽ ചെന്ന് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് നെക്സ്റ്റ് ഡേ 10 ദിവസത്തെ ലീവിനാണ് വന്നത് ചേട്ടനിവിടെ. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ കൃപാസനത്തിൽ വന്നപ്പം ഭയങ്കര റഷായിരുന്നു. സാധാരണ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ റഷുള്ള കാര്യങ്ങളൊന്നും ഇച്ചിരി മാറി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു ഭയങ്കര റഷായിരുന്നു. പക്ഷേ ആരോ എന്തോ ഒരു ശക്തി എന്നെ ആ ലൈനിലേക്ക് വിട്ടു. ഞാൻ ഉടമ്പടിക്ക് പോയി നിന്നു. അങ്ങനെ ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് വന്ന് വീട്ടിൽ വന്ന് പിറ്റേ ദിവസമായപ്പം ഹസ്ബൻഡ് 10 ദിവസത്തേക്കാണ് ഇങ്ങോട്ട് വന്നത്. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ദുബായിൽ, എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ 2ാമത്തെ മോന് ബ്ലഡ് വോമിറ്റ് ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പം ഹസ്ബൻഡ് പിന്നെ പെട്ടെന്ന് 10 ദിവസത്തേക്ക് നിന്നില്ല, നെക്സ്റ്റ് ഡേ തന്നെ വന്നു. അപ്പോൾ ഞാനോർത്ത് ദൈവമേ, മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം, എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തന്നു. ഏതായാലും വേറൊന്നും നടന്നില്ലെങ്കിലും നാട്ടിൽ വന്ന് കൃപാസനത്തിൽ വരാനും ഉടമ്പടി എടുക്കാനും സാധിച്ചല്ലോ എന്ന് ഞാനോർത്ത് എനിക്കൊത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് വിസ പ്രോസസ്സിങ്ങും എല്ലാം ഭയങ്കര ഫാസ്റ്റായിരുന്നു. പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനൊക്കെ സാധിച്ചു. അപ്പോൾ ഞാൻ 2018-19 2-3 ടൈംസ് OET എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്ര നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാം ദൈവാനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി, പക്ഷേ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു, ഇനി വേണ്ട, OET വേണ്ട എന്നുള്ള രീതി ഇരിക്കുമായിരുന്നു. എനിവേ ഹസ്ബൻഡ് ഒന്ന് ഉടമ്പടിയിൽ എൻ്റെ ഒരു OETയുടെ കാര്യം ഒരു നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ പെട്ടെന്നാണ് ഹസ്ബൻഡ് ജോലിക്ക് കയറി. അപ്പോൾ എനിക്ക് കുട്ടികളെ നോക്കാനായിട്ട് ഒരാളെ ആവശ്യമുണ്ട്. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം ഒരാൾ വന്നു പോകുന്ന ഒരാളെ കിട്ടി. അങ്ങനെ ഒരാളെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാരണം 3 കുട്ടികളും ജോലിയായിട്ട് OET കൂടെ പഠിക്കണമെങ്കിൽ ഒത്തിരി നമുക്ക് ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആൾക്കാരോടൊക്കെ പറഞ്ഞു എനിക്ക് നല്ലൊരാളെ കിട്ടുവാണെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അത്ഭുതകരമായിട്ടൊരു ആൾ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഒരു ആൻറ്റി ഉണ്ട്, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ആൻറ്റി വന്നു. ആൻറ്റിയെ കണ്ടപ്പോൾ ആൻറ്റി ഒത്തിരി മെലിഞ്ഞിട്ടൊരു ആൻറ്റിയാണ്. ഞാനോർത്ത് ദൈവം എൻ്റെ 3 പിള്ളേരെ നോക്കി എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആൻറ്റിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എനിവേ രണ്ടും കൽപ്പിച്ച് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി വരാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റി വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ആൻറ്റി ഒരു അക്രൈസ്തവയാണ്, പക്ഷേ ഭയങ്കര വിശ്വാസിയായിരുന്നു. അപ്പോൾ ആൻറ്റിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആൻറ്റി എനിക്ക് OET പഠിക്കണമെന്നുണ്ട്, ആൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്താലേ എനിക്ക് നടക്കത്തുള്ളൂ. ആൻറ്റി പറഞ്ഞു മോൾ തുടങ്ങിക്കോ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ മരിച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 4 വർഷമായി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് അമ്മയൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ നല്ല ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നതേ എനിക്കിങ്ങനെ ഒരാളെ കിട്ടിയായിരുന്നെങ്കിലാണല്ലോ എനിക്കും പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആൻറ്റി വന്ന് ആൻറ്റിയോട് പറഞ്ഞു മോൾ പഠിച്ചോ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞ് ആൻറ്റി എനിക്ക്
ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല എനിക്ക് ഇത്രയും നല്ലൊരാളെ എനിക്കൊരു ഹെൽപ്പിന് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു എല്ലാ കാര്യത്തിലും. എൻ്റെ ഇളയ മോൾക്ക് 3 പിള്ളേരും, 2 ആൺകുട്ടിയും 1 മോളുമാണ്. ഇളയ മോൾക്ക് 1 വയസ്സായിട്ടുള്ള ആ മോളെ 3 പേരെ മാറ്റി ഇച്ചിരി കുസൃതിയുണ്ട് ആൺമക്കളായതുകൊണ്ട് അവരെയൊക്കെ നോക്കി കൺട്രോൾ ചെയ്ത് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെ പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒക്ടോബർ 8 ഞാൻ OET എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം അയർലൻഡ് സ്കോറാണ് എനിക്ക് കിട്ടിയത്. ഞാൻ മാതാവിനോട് പറഞ്ഞത് എനിക്ക് അയർലൻഡ് എന്തായാലും കുഴപ്പമില്ല മാതാവ്, അയർലൻഡിനാണ് പിന്നെ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അയർലൻഡ് സ്കോർ തന്നെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ആക്ച്വലി എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ഭയങ്കര ടഫായിരുന്നു എപ്പോഴും എക്സാം എഴുതുമ്പം. അപ്പം ഈ സ്കോർ വന്നപ്പോൾ എനിക്ക് ലിസണിങ് C+, റീഡിങ് ബാക്കിയെല്ലാം B സ്കോറുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പം എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെ എക്സാമിന് വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടൈം എടുക്കേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റി. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവ് എൻ്റെ അനുഗ്രഹിക്കും. ആ സ്കോർ വന്നപ്പോഴും അയർലൻഡ് സ്കോർ അങ്ങനെ തന്നെ ആ റീഡിങ് അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്ക് റീഡിങ്ങിന് പാസ്സാകാൻ പറ്റിയത്. അങ്ങനെ ഞാൻ മാതാവ് തന്നൊരു സ്കോർ അയർലൻഡ് സ്കോറൊക്കെ അങ്ങനെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു അയർലൻഡിൽ പോകാമെന്നുള്ള രീതിയിലും. പക്ഷേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ DL പ്രോസസ്സിങ്ങിനായിട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. ഞാൻ പോസ്റ്റ് PSCക്ക് വേണ്ടി ഒരു കോളേജ് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് മിസ്സിങ് ആയതായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് ഇനി എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റില്ല, നടക്കില്ലല്ലോ. അപ്പം ബോംബെ ഞാൻ വർക്ക് ചെയ്ത 2 ഹോസ്പിറ്റലിൽ അവരോട് ചോദിച്ചപ്പം ഒരു ഹോസ്പിറ്റലും തരാമെന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ മാം നല്ല സ്ട്രിക്റ്റാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവരെനിക്കത് ഇഷ്യൂ ചെയ്യുമെന്ന്. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ തന്നെ അവരൊരു ഇതും പറഞ്ഞില്ല, തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അത് ഇഷ്യൂ ചെയ്തിരുന്നു. അങ്ങനെ DLൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും മാതാവ് എനിക്ക് ഓരോരുത്തരും എൻ്റെ ഫ്രണ്ടിൽ എനിക്ക് ഇങ്ങനെ എന്താണോ എൻ്റെ ആവശ്യം അതനുസരിച്ച് എനിക്ക് ഓരോരുത്തരെ ദൈവം എനിക്ക് തന്നു, മാതാവിൻ്റെ കൃപയാൽ തന്ന എല്ലാ കാര്യങ്ങളും നടന്നങ്ങനെ ഈസി ആയിട്ട് മാർച്ച് ആയപ്പം എനിക്ക് DL കിട്ടി. DL കിട്ടിക്കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ പോലും അപ്പം നടക്കണില്ല. അപ്പം എല്ലാവരും പറഞ്ഞു അയർലൻഡിലേക്ക് ഒന്നും ഇൻ്റർവ്യൂ നടക്കണില്ല, കംപ്ലീറ്റ് പ്രോസസ്സിങ് എല്ലാം ബ്ലോക്കായിട്ട് അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു 3-4 മന്ത്സായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടണില്ല. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഒന്നും കൂടെ OET പഠിക്കുക, എന്നിട്ട് UK നോക്കാമല്ലോ. പക്ഷേ ഞാൻ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഉടമ്പടിക്ക് ശേഷം എനിക്ക് കിട്ടിയൊരു സ്കോറാണ്. അപ്പം ഞാൻ മാതാവ് എന്നെ അയർലൻഡിലേക്ക് വിടാൻ എൻ്റെ ഫാമിലിയായിട്ട് അവിടെ ആയിരിക്കും മാതാവിൻ്റെ പ്ലാന്. ഇനി ഞാൻ ആ വിശ്വാസം മാറ്റി OET ഒന്ന് എഴുതിയാലും കിട്ടണമെന്നില്ല, അതിനും ദൈവം വിചാരിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പം എനിക്കിപ്പം എന്തൊരു കാര്യം ആ ഉടമ്പടിക്ക് ശേഷം ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒന്നെങ്കിൽ ഞാൻ വചനപ്പെട്ടി എടുത്ത് വചനം തുറന്നെടുക്കും. അപ്പം ദൈവം കറക്റ്റായിട്ട് എന്നോട് സംസാരിക്കും. ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ തന്നെ എനിക്ക് ആൻസർ തരുന്നുണ്ട്. അപ്പം ഞാൻ കൃപാസനം പ്രെയർ ഓപ്പൺ ചെയ്ത് അച്ഛൻ്റെ 1-2 ടോക്ക് കേട്ടപ്പോൾ 1-2 പ്രാവശ്യം കേട്ടപ്പോഴും അച്ഛൻ പറഞ്ഞത് നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ച് അത് സാധിച്ചു കിട്ടി, അതിനുശേഷം അതിന് ഡിലേ ആകുമ്പോൾ നമ്മൾ വിശ്വാസം മാറ്റി വേറെ ഇതിലേക്ക് പോകുന്നത് ശരിയല്ല. നമ്മളൊരു വിശ്വാസം ഫസ്റ്റ് നമുക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ച് നിൽക്കണം എന്നാണ് അച്ഛൻ 1-2 പ്രാവശ്യവും പറയുന്നതായിട്ട് എനിക്ക് കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി OET ഒന്നും എഴുതുന്നില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ OETക്കൊന്നും ട്രൈ ചെയ്തില്ല. മാതാവിൽ തന്നെ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓഗസ്റ്റിൽ ഞാൻ ദുബായ് ഗവൺമെൻറ്റിൽ 11 വർഷമായിട്ട് വർക്ക് ചെയ്തു, ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ഓഗസ്റ്റൊക്കെ ആയപ്പം ഓഗസ്റ്റിൽ അവിടെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പം അച്ഛൻ സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ എൻ്റെ പേരെടുത്ത് പറഞ്ഞു സിനിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു. അപ്പം എൻ്റെ കൈക്ക് നല്ല നംനെസ് ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ കൈക്ക് ഒരു തരിപ്പ് പോലെ എനിക്കുണ്ടായി. അത് പിന്നെ ആ നംനെസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഈ അച്ഛൻ പറഞ്ഞു സൺഡേ ആണ് ഫാസ്റ്റിംഗ് പ്രെയറിൽ അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം വെനസ്ഡേ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പേഷ്യൻറ്റ് ഒരു പോലീസിനെയായിട്ട് ക്ലിനിക്കിലേക്ക് വന്നു. അപ്പം ക്ലിനിക്കിലേക്ക് വന്നിട്ട് ഡയറക്റ്റ് എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. എന്നോട് പറഞ്ഞു നീ ഇന്നലെ ഈ പേഷ്യൻ്റെ ബാഗിൽ നിന്ന് 4000 ദിർഹംസ് നീ എടുത്തു എന്ന് പറഞ്ഞു. ഈശോയെ എനിക്കപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചു? ഞാനൊരിക്കലും 1 രൂപ പോലും ആരുടെ എടുക്കുന്ന ഒരിതല്ല. ഞാൻ എൻ്റെ പിള്ളേർക്ക് പോലും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആരുടെ 1 രൂപ പോലും എടുക്കരുത്. ഈശോ എനിക്കെങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നാലും ഞാൻ വിശ്വസിച്ചു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ പിടിച്ചു നിന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇൻചാർജ് അറബിയായിരുന്നു. മാഡം ഇടപെട്ടു. മാഡം ചോദിച്ചു എന്താ സംഭവിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇന്നലെ ഈ പേഷ്യൻ്റ് വന്നപ്പം പേഷ്യൻ്റ് യൂറിൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ബാഗ് നിലത്ത് വെച്ചിട്ട് പോയി.
2-3 മിനിറ്റ്സിനുള്ളിൽ പേഷ്യൻ്റ് തിരിച്ചു വന്നു. അപ്പം നിലത്തൊരു സാധനം വെച്ചിട്ട് പോയി നമ്മളുടെ മര്യാദയാണല്ലോ എടുത്ത് മുകളിൽ. ഞാനങ്ങനെ ടേബിളിലേക്ക് എടുത്ത് വെച്ചതേ ഉള്ളൂ മാഡം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മാഡത്തിന് ഞാൻ 11 വർഷമായിട്ട് അവർക്ക് മാമിന് എന്നെ നന്നായിട്ട് അറിയാം. മാം പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ശരിക്കും ദുബായിൽ പോലീസൊക്കെ അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്കറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആണ് തികച്ചും അത്. അപ്പോൾ മാം പറഞ്ഞു ഞാൻ മാതാവിനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. മാം പറഞ്ഞു ഇങ്ങനെ നീ ഒന്നുകൊണ്ടും പേടിക്കണം, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാതാവാണ് ഈ മാമിൻ്റെ റൂമിൽ ശരിക്കും ഇടപെട്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു നിനക്ക് ശരിക്കും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് മാം ഇടപെട്ടത്. സാധാരണ ഗൾഫിലൊക്കെ വന്നൊരു പോലീസ് കേസ് വന്നു പറഞ്ഞാൽ ആരും അതിനകത്ത് ഇടപെടത്തില്ല, നമ്മൾ തന്നെ അതിനകത്ത് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടി വരും, പറയാനെടുക്കാനൊക്കെ. അപ്പം മാമിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് മാം ഒരു വാക്ക് പോലും എനിക്ക് അതിനകത്ത് പറയേണ്ട വന്നിട്ടില്ല. മാമാണ് പോലീസിൻ്റെ അടുത്ത് സംസാരിച്ചതും. മാം പറഞ്ഞു അവൾ 11 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്, വിശ്വാസമുണ്ട്, അവൾ ചെയ്യില്ല. പക്ഷേ പോലീസ് സമ്മതിച്ചില്ല. മാം പിന്നെ ഓർത്ത് എനിക്കിങ്ങനെ പ്രോസസ്സിങ് ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ അയർലൻഡിൽ പോകാതിരിക്കുമെന്ന് മാമിനറിയാം. മാമിൻ്റെ കയ്യിൽ നിന്ന് മാം 4000 എടുത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്നും കേസൊന്നും ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കും അറിയത്തില്ല പെട്ടെന്ന് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മാമിൻ്റെ കയ്യിൽ നിന്ന് 4000 എടുത്ത് കൊടുത്തു. പോലീസ് അത് മേടിച്ച് പേഷ്യൻറ്റിന് കൊടുത്ത് അവർ പോയി. അപ്പം നെക്സ്റ്റ് ഡേ മാമിനെ DHA ത്രൂ അതിൻ്റെ പോലീസ് കേസൊക്കെ മുന്നോട്ട് ചെയ്തു. അങ്ങനെ അവർ പോലീസിനെ കുറിച്ച് അന്വേഷിച്ചപ്പം ആ പോലീസ് പേഷ്യൻ്റെ ആരോ കസിനാണ്, ഓൾറെഡി പോലീസിൻ്റെ പേരിൽ വേറെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വന്നു. അവർ ശരിക്കും ഫേക്കായിട്ട് വന്നതായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കേസുകൾ ഇടയ്ക്ക് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും ഞാൻ മാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ മാം എന്തായെന്ന് അന്വേഷിക്കും. മാമിനോട് പറഞ്ഞു നീ ഇതിനെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട, നീ നിൻ്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ നോക്കുക എന്നൊക്കെ മാം പറഞ്ഞ് മാമിനെ ആശ്വസിപ്പിച്ചപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പോറൽ പോലും വെക്കാതെ അത്രയും വലിയൊരു സംഭവം എൻ്റെ തല വീണിട്ടും ഒരു പോറൽ പോലും വെക്കാൻ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഇൻസിഡൻ്റ് ഉണ്ടായി 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി. അപ്പം ഞാൻ ഓർത്തു അച്ഛൻ പറഞ്ഞു സിനിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം ആദ്യം സംഭവിച്ചത് വലിയൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഇൻസിഡൻറ്റ് വന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും സാക്ഷ്യം പറയുന്ന കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ ഈശോയെ എനിക്ക് സാക്ഷ്യം പറയാനൊക്കെ ഒരു ധൈര്യം തരണമേ. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം എനിക്ക് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ട് സ്പർശനം എനിക്ക് അനുഭവപ്പെട്ടു. അതിലൂടെ കുറേ പേടിയൊക്കെ മാറി. ഇപ്പം ഞാനോർത്തു നമുക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതും അതും ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് തന്നെ ഞാൻ വീട്ടിൽ തന്നു വചനപ്പെട്ടി എടുത്തു. അപ്പം എന്നോട് അതിലൂടെ ഈശോ തന്ന വചനം നീ സമാധാനമായിട്ട് പോകുക, നിൻ്റെ ഈ യാത്രയിൽ കർത്താവ് നിന്നെ സംരക്ഷിക്കുമെന്നുള്ള വാക്കാണ് എനിക്ക് കിട്ടിയത്. ആ വാക്ക് ശരിക്കും വളരെ അർത്ഥവത്തായിരുന്നു എന്ന് ഞാൻ അതിൻ്റെ എൻഡ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. എനിക്ക് ഒരു പോറൽ പോലും എനിക്ക് കേൾക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസിഡൻറ്റും കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തു. ഞാൻ ഇപ്പോൾ 2 മാസമായി നാട്ടിൽ വന്നിട്ട് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തു. കറക്റ്റ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം December 7th എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി. വിസ വന്നു എന്ന് വിളിച്ച് പറഞ്ഞു. 8th ഞാൻ പോയി അത് റിസീവ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ 28th സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു, എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത മോനാണ്. ഞാൻ പറയും മോനെ പ്രയറൊക്കെ കൂടണം, സാക്ഷ്യങ്ങൾ കൂടണം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അവരതൊന്നും ഓക്കെ പറയും, പക്ഷെ ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, മോനെയും കൊണ്ട് വന്നിട്ട് സാക്ഷ്യം പറയാൻ കൂടണം, അപ്പം ലൈവായിട്ട് അവനിരുന്ന് കേട്ടോളൂല്ലോ. അങ്ങനെ എനിക്ക് 28 പറയാൻ പറ്റിയില്ല. 28 മോനുണ്ടായിരുന്നില്ല, അവൻ സ്കൂളിലായിരുന്നു. അങ്ങനെ ഇന്ന് എനിക്ക് അവനെയും കൊണ്ട് ഇവിടെ വരാൻ പറ്റി. വരുമ്പോൾ തന്നെ ഇച്ചിരി ലേറ്റായിപ്പോയി. ആദ്യം കോട്ടയത്തുനിന്ന് വരുമ്പം കുറച്ച് ലേറ്റായി. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ അച്ഛനെ കണ്ട് പറഞ്ഞു. അങ്ങനെ മോനെയും കൂട്ടി എനിക്കിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഈ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയിൽ തന്നെ പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ ഒത്തിരി ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു പനിയൊക്കെ വന്നാൽ അങ്ങനെ മാറത്തില്ല, ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം ഇമ്മ്യൂണിറ്റി കൗണ്ട് അവന് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ അതും വെച്ചിരുന്നു. ഇപ്പം അവന് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഡെയിലി ഉടമ്പടി ഉപ്പ് പിള്ളേർക്ക് എന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു നേരം ഞാൻ കൊടുക്കും. പിന്നെ എനിക്കാണേലും എനിക്ക് ഹെഡ് ടു ഫുട്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് പെയിനുണ്ട്. അപ്പോൾ റിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും ഡയഗ്നോസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പേടിയായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ല. മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അയർലൻഡിൽ പോയി ക്ലൈമറ്റൊക്കെ ഓർത്തിട്ട് പേടിയുണ്ട്. മാതാവ് എന്നെ സഹായിക്കുമെന്നുള്ളപ്പായ വിശ്വാസമുണ്ട്.
പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോന് 10th പഠിക്കുമ്പോൾ അവൻ പഠിക്കാൻ ഇച്ചിരി ഉഴപ്പായിരുന്നു. അപ്പം അതും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു യോഗമായിട്ട്. മാതാവിൻ്റെ കൃപയാൽ അവൻ SSLC പാസ്സായി. ഇപ്പം +1 പഠിക്കുന്നു. അപ്പം അടുത്ത ഉടമ്പടിയിൽ ഞാൻ അവനെ വീണ്ടും യോഗത്തിൽ വെക്കാൻ +2 ഒക്കെ നന്നായിട്ട് പഠിക്കാനുള്ളതിന് വേണ്ടി ഉടമ്പടി പുതുക്കാകുമ്പം അത് യോഗമായിട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറ് അവൻ കുറച്ച് ഉഴപ്പാണ്. എൻ്റെ എനിക്ക് 3 ബ്രദേഴ്സാണുള്ളത്. അതിൽ ഇളയാൾ കുറച്ച് ഉഴപ്പായിരുന്നു. അവന് നേഴ്സാണ്, ബോംബെ വർക്ക് ചെയ്യുന്നു. അവന് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പം 2 പെൺകുട്ടികളാണുള്ളത്. അവനിങ്ങനെ 2-3 ടൈംസ് OET എഴുതിയിട്ട് കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ഉഴപ്പി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ അവനൊന്ന് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരു ദിവസം അവനെ വിളിച്ച് ഒത്തിരി ഉപദേശിച്ചു, മോനെ നീ ഇങ്ങനെ ഉടമ്പടി എടുക്കണം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എൻ്റെ ഈ അനുഭവങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞാനും അവനും കൂടെ വരാനായിരുന്നത്. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എടി 29th ഞങ്ങൾ വരാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് 28th പോകണം, അത്യാവശ്യം ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ മാതാവേ, ഈ ഒരാഗ്രഹം എനിക്ക് സാധിച്ചു തന്നില്ലല്ലോ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അവൻ വന്ന് ഉടമ്പടി എടുക്കുവാണെങ്കിൽ എന്തായാലും അവൻ്റെ ലൈഫിൽ ആ മദ്യപാനമൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും, നല്ല ഇതായിട്ട് വരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അവനങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്തോ പെട്ടെന്ന് അത്ഭുതമായിട്ട് അവൻ ആ ടിക്കറ്റ് ചേഞ്ച് ചെയ്തു, 30% അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പോകുന്നുണ്ട്, അങ്ങനെ പോകാനായിട്ട് ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് 30% അങ്ങനെ അവൻ 29th ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്ന മാതാവ് അവനെ കാത്തുകൊള്ളുമെന്ന്. പിന്നെ എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡിന് ജൂലൈ മാസത്തിൽ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തു. ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പം അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായി. ദൈവമേ ചേച്ചി എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യും? ദൈവമേ ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചു, അവർക്ക് ഫാമിലിയായിട്ട് അവർക്ക് ഇത് എല്ലാം സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണേ മാതാവേ എന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവരെ വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാൾ ഹാപ്പി ആയിട്ടാണ് അവർ ആ ഒരു മൊമെൻറ്റ് ഞങ്ങളോട് സംസാരിക്കുന്നത്. മീൻസ് അവർ ആ ഒരു വിഷമമൊന്നും മുഖത്ത് കാണിക്കാതെ മാതാവ് അവർക്കൊരു പ്രത്യേക ശക്തി കൊടുത്ത് ഇതിനെല്ലാം താങ്ങാനായിട്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി. ആ സമയത്തൊക്കെയും ചേച്ചി മാതാവിനെ ഭയങ്കര ഡിപ്പെൻഡായിട്ട് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഒന്നും വരില്ല എന്നുള്ള ചേച്ചിക്ക് ഒരു വിശ്വാസമുണ്ട്. ചേച്ചി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പം ചേച്ചി ഇവിടെ വന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉടമ്പടി എടുക്കാനാണ് ഇരിക്കുന്നത്. ഇപ്പം റേഡിയേഷനൊക്കെ കഴിഞ്ഞു, ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അത് സ്പ്രെഡൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിലുള്ള നല്ല വിശ്വാസത്തിൽ ചേച്ചി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ചേട്ടൻ കുഴപ്പമൊന്നുമില്ലാതെ സുഖം പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ഒന്നും നമ്മുടേതായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. അല്ലെങ്കിൽ മാതാവിന് സമർപ്പിക്കുക. മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ തിരുക്കുമാരൻ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, ശരിക്കും ആ പോലീസ് കേസിലൂടെ ഞാൻ അങ്ങനെ ഒരു വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവം ഇടപെടും. നമ്മളിൽ ഒരു ഹെഡേക്കും ശരിക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നു എന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെയേറെ ടെൻഷൻ അടിക്കും. കർത്താവേ ഞാൻ എന്ത് സംസാരിക്കും അവർ വരുമ്പോൾ എന്നൊക്കെ ഞാൻ ചിന്തിക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. സഡൻലി ആക്സിഡൻ്റലി പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് എനിക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. എനിക്കൊരു പോറൽ പോലും വയ്ക്കില്ല. അപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ വളർത്താനായിട്ട് ശരിക്കും ഓരോ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കുന്നു. പിന്നെ ഈ ആൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റി 10 മാസം കഴിഞ്ഞപ്പം ജസ്റ്റ് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു, തിരിച്ചു പോകാമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഞാനിങ്ങനെ അയർലൻഡിന് പോകുന്നതുകൊണ്ട് ആൻറ്റി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ആയി കാണും, അതുകൊണ്ടായിരിക്കും ആൻറ്റി പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഞാനിവിടുന്ന് പോയിട്ട് ആൻറ്റിക്ക് പോയാൽ പോരെ, 3-4 മന്ത്സിനുള്ളിൽ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞില്ല എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ആൻറ്റി ഇങ്ങനെ പെട്ടെന്ന് പോയി. അപ്പോൾ എനിക്ക് വിഷമം വന്ന് ഞാനിങ്ങനെ വചനപ്പെട്ടി എടുത്ത് പറഞ്ഞപ്പം അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ആൻറ്റിക്ക് വേറെ ജോലി ആയിട്ടുണ്ട്, അതാണ് ആൻറ്റി പെട്ടെന്ന് പോകണത്, ഇനി ഞാൻ അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ വചനപ്പെട്ടി എടുത്ത് വരുമ്പം വചനത്തിലൂടെ ദൈവം പറഞ്ഞു, ശരിക്കും കിട്ടിയ എനിക്കൊരു വചനമാണ്, അന്വേഷിച്ചറിയാതെ നിങ്ങൾ കുറ്റം ആരോപിക്കരുതെന്ന്. ആ വചനം ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ് വചനം കിട്ടിയത്. എനിവേ ആൻറ്റി പിന്നീട് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ആൻറ്റി പോന്നിട്ട് 5-8 മാസമായി. അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായി ആൻറ്റി ജോലിയൊന്നും കിട്ടിയിട്ട് പോകുന്നതല്ലായിരുന്നു, ആൻറ്റിക്ക് എന്തോ പെട്ടെന്ന് പോരണം തോന്നി. അപ്പം മാതാവായിട്ട് എനിക്ക് എൻ്റെ ആവശ്യം നേരത്ത് ആൻറ്റിയെ കൊണ്ടു തന്നു. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൻറ്റി ഇങ്ങ് പോന്നു. അങ്ങനെ ശരിക്കും വചനപ്പെട്ടി നമ്മളുടെ ജീവിതത്തിലെ ഒരു വലിയൊരു എക്സ്പീരിയൻസാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ബൈബിൾ എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ വചനപ്പെട്ടി തുറന്നൊരു വചനം എടുത്ത് വായിക്കുമ്പോൾ
നമുക്കതിലൂടെ ദൈവം നമ്മളോട് നേരിട്ട് ഇടപെട്ട് സംസാരിക്കും. ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരെ കാണുകയാണെങ്കിൽ എനിക്കില്ലെങ്കിൽ തന്നെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യപ്പെടാറുണ്ട്. പിന്നെ എനിക്ക് ഈ പോലീസ് ഇൻസിഡൻ്റ് ഉണ്ടായതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞങ്ങളുടെ ദുബായിൽ പ്രയർ ഗ്രൂപ്പിലൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇപ്പോൾ ഈ കൃപാസനത്തിൽ നടന്ന അനുഭവങ്ങൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ആൾക്കാരോട് പറഞ്ഞ് കൃപാസനത്തിലേക്ക് വരാൻ ഉടമ്പടി എടുക്കാനും ഞാൻ ആൾക്കാരെ പ്രേരിപ്പിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവിന് ഒത്തിരി നന്ദി. അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും കോടാനും കോടി നന്ദി. ജപമാല റാണി ആവേ 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 മരിയ.